കാസർഗോഡ് പൈവളിക പഞ്ചായത്ത് ഭരണം മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ LDF നിലനിർത്തി. BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ഏക കോൺഗ്രസ് അംഗം പിന്തുണച്ചപ്പോൾ ലീഗിന്റെ 2 അംഗങ്ങളും ഇടതുമുന്നണിയെ പിന്തുണച്ചു. BJPക്കും CPM-നും 8 അംഗങ്ങൾ വീതമാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസ്രുള്ള കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്ന് പറയും? കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങളാണ് ഇന്ന് LDF-ന് പിന്തുണച്ചത്. LDF-ലെ ഗട്ടും അതോടൊപ്പം തന്നെ BJPക്ക് ഗട്ടും അംഗങ്ങളും മുസ്ലിം ലീഗിന് 2ഉം കോൺഗ്രസിന് 1 അംഗവുമാണ് പൈവളിക പഞ്ചായത്തിലുള്ളത്. നേരത്തെ നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-നും അതോടൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം BJPക്കും ലഭിച്ചിരുന്നത്. BJP അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. BJP അവിശ്വാസം കൊണ്ടുവരുമ്പോൾ അവരുടെ ഗട്ടംഗങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഏക അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. എന്നാൽ LDF ഈ അവിശ്വാസത്തെ LDF-ലെ അംഗങ്ങളും അതോടൊപ്പം മുസ്ലിം ലീഗിലെ 2 അംഗങ്ങളും അവിശ്വാസത്തിനെ എതിർത്തു. അങ്ങനെ അവിശ്വാസം പരാജയപ്പെട്ട് LDF-ന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ BJP-യുടെ വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം കോൺഗ്രസിലെ ഏക അംഗം BJP-യുടെ അവിശ്വാസത്തെ പിന്തുണച്ചത് വലിയ ചർച്ചയായിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും MP ഉൾപ്പെടെ ഉള്ള ആളുകളും കഴിഞ്ഞ 2 ദിവസമായി ഈ അംഗത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കോൺഗ്രസിന്റെ നേതൃത്വത്തെ അവഗണിച്ചാണ് ഇങ്ങനെ BJP-യുടെ അവിശ്വാസത്തെ പിന്തുണച്ചത് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ളത് BJP-യാണ്. BJPക്ക് നേരത്തെ 8 അംഗങ്ങളുള്ള BJPക്ക് നറുക്കെടുപ്പിലൂടെയാണ് അന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. ആ BJP വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.